ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക് ടോക്സ് വിത്ത് കിരൺ. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ വേഴ്സസ് പഞ്ചാബ് കിങ്സ്. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ തിരികെ വീണ്ടും ചിന്നസ്വാമി സ്റ്റേഡിയത്തിലേക്ക് എത്തുകയാണ്. അവർ ഈ സീസണിൽ നേരിട്ടിരിക്കുന്ന 2 തോൽവികളും സംഭവിച്ചത് ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ്. എന്നാൽ കളിച്ച 4 അവേ മത്സരങ്ങളും അവർ ജയിച്ചു. അതുകൊണ്ട് തന്നെ സ്വന്തം കാണികൾക്ക് മുന്നിലെ 2 പരാജയങ്ങൾ പോയിന്റ് ടേബിൾ അവരെ വലുതായിട്ട് ബാധിച്ചിട്ടില്ല. 6 കളികളിൽ നിന്ന് 4 വിജയങ്ങളുമായി 3-ാം സ്ഥാനത്താണ് അവർ. ഇനി അവരുടെ എതിരാളികൾ പഞ്ചാബ് കിങ്സ് ആണ്. പോയിന്റ് ടേബിൾ നോക്കിയാൽ RCBയുമായി പഞ്ചാബ് കിങ്സിന് കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല. 6 കളികളിൽ നിന്ന് 4 വിജയങ്ങളുമായി 4-ാം സ്ഥാനത്താണ് അവർ. അപ്പോൾ പോയിന്റ് ടേബിളിലെ 3-ാം സ്ഥാനക്കാരും 4-ാം സ്ഥാനക്കാരും തമ്മിൽ ഏറ്റുമുട്ടുന്ന മത്സരമാണിത്. RCBയുടെ കാര്യത്തിലേക്ക് വന്നാൽ അവർ അവേ മത്സരങ്ങളിൽ പുലർത്തുന്ന ഫോം നമുക്കറിയാവുന്നതാണ്. അത്രയും മികച്ച രീതിയിൽ ഇപ്പോൾ ഹോം കണ്ടീഷനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഡിഫറൻറ്റ് ബീസ്റ്റ് എന്ന് എവേ മത്സരങ്ങൾ നമുക്ക് RCBയെ വിശേഷിപ്പിക്കാം. അത്രയും ഡോമിനേറ്റിംഗ് ആയിട്ടാണ് അവർ വിജയിച്ചിരിക്കുന്നത്. എവേ മത്സരങ്ങളിൽ RCB ആരാധകർ അല്പം ടെൻഷൻ അടിച്ച് കണ്ട മത്സരം മുംബൈ ഇന്ത്യൻസുമായിട്ടുള്ള മത്സരം മാത്രമാണ്. ബാക്കി 3ഉം വളരെ ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള വിജയങ്ങളായിരുന്നു. എന്നാൽ ചിന്നസ്വാമിയിൽ അതല്ല അവസ്ഥ. ഇപ്പോൾ ചിന്നസ്വാമിയിൽ അവർ തോറ്റ 2 മത്സരങ്ങളും ഏകദേശം സെയിം പാറ്റേൺ തന്നെയായിരുന്നു. 2 മത്സരങ്ങളിലും ടോസ് നഷ്ടപ്പെട്ടു. ഇപ്പോൾ ചിന്നസ്വാമി പോലൊരു സ്റ്റേഡിയത്തിൽ ടോസ് എത്ര ക്രൂഷ്യൽ ആണെന്ന് നമുക്കറിയാം. അവിടെ ഒരു 220 230 അടിച്ചാൽ പോലും അവസാന പന്ത് എറിയുന്നത് വരെ ആ സ്കോർ സേഫ് അല്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണ് RCBക്ക് 2 മത്സരങ്ങളിലും ടോസ് നഷ്ടമാവുന്നത്. എന്നാൽ ഈ 2 മത്സരങ്ങളിലും അവർ ബാറ്റിംഗിന് ഇറങ്ങിയപ്പോൾ ചിന്നസ്വാമിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ട്രൂ വിക്കറ്റ് ആയിരുന്നില്ല അവർക്ക് ലഭിച്ചത്. അത് അവരുടെ ബാറ്റിംഗ് കോച്ചും മെൻഡറുമായ ദിനേശ് കാർത്തിക് പറയുകയും ചെയ്തു. 2 മത്സരങ്ങളിലും ബാറ്റിംഗിൽ അവർ സ്ട്രഗിൾ ചെയ്തു. ആദ്യ മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ പേസും സ്വിങ്ങുമാണ് അവരെ തകർത്തതെങ്കിൽ 2-ാം മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസിന്റെ സ്പിൻ അറ്റാക്കാണ് അവരെ റെസ്ട്രിക്ട് ചെയ്തത്. ഈ 2 മത്സരങ്ങളിലും ബാറ്റിംഗിന് ഇറങ്ങി ഒരു 200+ സ്കോർ ലക്ഷ്യം വെച്ച അവർക്ക് 170 കടക്കാനായില്ല. എടുത്തതാവട്ടെ 169 163. ഇനി ഒരു ട്രൂ പിച്ചല്ല, സ്ട്രോക്ക് മേക്കിങ്ങിനെ അത്ര കണ്ട് പിന്തുണയ്ക്കുന്ന പിച്ച് അല്ലെങ്കിൽ പോലും അതൊരു ചെറിയ സ്കോറാണ്. കാരണം 2-ാം ഇന്നിംഗ്സിൽ ഡ്യൂ ഉണ്ടാവും. അത് മാത്രമല്ല, ഒരു 8.5 എന്നൊരു ആസ്കിംഗ് റേറ്റ് പിന്തുടരുമ്പോൾ ഇടയ്ക്ക് എന്തായാലും ഒരു ബിഗ് ഓവർ വന്നാൽ, അതൊരു 15-20 റൺസുള്ള 1-2 ഓവറുകൾ വന്നാൽ തന്നെ ചേസിംഗ് ടീമിന് കാര്യങ്ങൾ എളുപ്പമാവും. അത് തന്നെയാണ് സംഭവിച്ചത്. ഈ 2 മത്സരങ്ങളിലും ഡീസൻ്റ് ആയിട്ട് ബോൾ കൊണ്ട് സ്റ്റാർട്ട് ചെയ്തെങ്കിലും ഇടയ്ക്ക് വന്ന ബിഗ് ഓവേഴ്സ് കാരണം എതിർ ടീം സുഖമായിട്ട് ഈ സ്കോർ ചേസ് ചെയ്യാനുണ്ടായത്. ഇപ്പോൾ 2 മത്സരങ്ങളും തുടക്കത്തിലെ ഗോ ഹാർഡ് എന്നൊരു രീതി, അതായത് അറ്റാക്ക് എന്നൊരു രീതി ഇവരെ പിന്നോട്ട് വലിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ 2-ാം മത്സരത്തിൽ ഫിൽ സോൾട്ട് ഒരു 3 ഓവറിൽ 50 എന്നൊരു സ്കോർ ലഭിച്ചതാണ്. എന്നാൽ സോൾട്ടിന്റെ റണ്ണൌട്ടോടെ മൊമെന്റം മൊത്തം ഇവർക്കെതിരായി. പിന്നെ അങ്ങോട്ട് കാര്യമായിട്ട് ആ ഒരു സ്കോറിംഗ് റേറ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അവസാനം ടിം ഡേവിഡിന്റെ ഫിനിഷിംഗ് ആണ് അവരൊരു ഡീസന്റ് സ്കോർ എത്തുന്നതിൽ സഹായിച്ചത്. ഇനി ബോളിങ്ങിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഡീസന്റ് ആയിട്ട് ചിന്നസ്വാമിയിൽ ബോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അവർ എവേ മത്സരങ്ങളിൽ പുലർത്തുന്ന ആ ഒരു മികവ് ഹോം മത്സരങ്ങളിൽ പുലർത്തിയിട്ടില്ല. ഇപ്പോൾ ഹേസൽവുഡിന്റെ ഇക്കോണമി തന്നെ എടുത്തു കഴിഞ്ഞാൽ ചിന്നസ്വാമിയിൽ ഇക്കോണമി 12-ന് മുകളിലാണ്. എവേ മത്സരങ്ങളിൽ അത്രയും കുറവ് റൺസ് പിശുക്കി കൊടുക്കുമ്പോഴാണ് ചിന്നസ്വാമിയിൽ ഒരു 12+ എന്ന ഇക്കോണമി റേറ്റിൽ ഹേസൽവുഡ് പോകുന്നത്. ഇത് തന്നെയാണ് അവരുടെ ബോളിങ്ങിന്റെ അവസ്ഥ. ബാറ്റിംഗ് ആയാലും ബോളിങ്ങിലായാലും എവേ മത്സരങ്ങളിൽ പുലർത്തുന്ന മികവ് ഇവിടെ എടുക്കാൻ നമ്മുടെ RCBക്ക് ആയിട്ടില്ല. ഇവിടെ പിച്ചിന്റെ കാര്യം ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പിച്ച് 2 മത്സരങ്ങളും കുറച്ച് ഹാർഡായിരുന്നു. പ്രത്യേകിച്ച് ഫസ്റ്റ് ഇന്നിംഗ്സിൽ കുറച്ച് ബാറ്റിങ്ങിന് ഡിഫിക്കൽട്ട് ആയിരുന്നു. പിന്നീട് സെക്കൻഡ് ഇന്നിംഗ്സ് വന്നപ്പോഴേക്കും കുറച്ചുകൂടെ പിച്ച് ഈസപ്പായി, ഡ്യൂ വന്നു, കളി 2ഉം തോക്കുകയും ചെയ്തു. അപ്പം ടോസ് ഞാൻ പറഞ്ഞ പോലെ വളരെ ക്രൂഷ്യൽ ആയിരിക്കും. ഇനി പഞ്ചാബ് കിങ്സിന്റെ കാര്യത്തിലേക്ക് വന്നാൽ പഞ്ചാബ് കിങ്സ് കോൺഫിഡൻസിന്റെ ഒരു അങ്ങേ അറ്റത്തിലായിരിക്കും വരുന്നത്. കാരണം അവരൊരു എക്സ്പ്ലോസീവ് ബാറ്റിംഗ് യൂണിറ്റ് ആണ്. ഇപ്പോൾ നമ്മൾ സ്ട്രൈക്ക് റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ മിനിമം 50 ബോൾസ് ഫേസ് ചെയ്ത ബാറ്റേഴ്സിൽ ഉള്ള ടോപ്പ് 3-ൽ 2 പേരും നമ്മുടെ പഞ്ചാബ് കിങ്സ് എന്നുള്ളവരാണ്. അതായത് പ്രിയാൻ ഷാരിയും ശ്രേയസ് അയ്യരും. അത്രയും മികച്ച സ്ട്രൈക്ക് റേറ്റിലാണ് അവരുടെ ടോപ്പ് ഓർഡർ കളിക്കുന്നത്. പ്രസിമ്രാനും കഴിഞ്ഞ മത്സരത്തിൽ കളിച്ച കളി നമുക്കറിയാം. അപ്പോൾ അവർ ഒരു എക്സ്പ്ലോസീവ് ബാറ്റിംഗ് യൂണിറ്റ് ആണ്. എന്നാൽ കഴിഞ്ഞ മത്സരം അവർ ജയിച്ചത് അവരുടെ ഈ ബാറ്റിംഗ് യൂണിറ്റ് കൊണ്ടല്ല, ബോളിംഗ് യൂണിറ്റ് കൊണ്ടാണ്. IPLന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞ സ്കോർ ഡിഫെൻഡ് ചെയ്തിട്ടാണ് അവർ ഈ മത്സരത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ ബോളേഴ്സിന്റെയും കോൺഫിഡൻസ് സ്കൈ ഹൈ ആയിരിക്കും. ഇപ്പോൾ RCBയുടെ എത്ര ശക്തമായ ബാറ്റിംഗ് യൂണിറ്റ് ആണെങ്കിലും തങ്ങൾക്ക് പിടിച്ചു നിർത്താമെന്നൊരു വിശ്വാസം അവരുടെ ഉള്ളിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം KKRന്റെ ലൈനപ്പിനെ അവർ 95-നാണ് പുറത്താക്കിയത്. അത് 111 പോലൊരു സ്കോറിൽ റെസ്ട്രിക്ട് ചെയ്യപ്പെട്ടിട്ടാണ് അവർ ഒരു സ്വപ്നതുല്യമായ വിജയം സ്വന്തമാക്കിയത്. ഇപ്പോൾ അവരുടെ ടീമിലെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ബോളിംഗിൽ മോശം ഫോമിലായിരുന്ന ചഹൽ ഫോമിലേക്ക് എത്തിയിട്ടുണ്ട്. ചഹലിന്റെ കാര്യം നമുക്കറിയാം, 8 വർഷം RCBയിൽ കളിച്ചതാണ്. RCBക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ വിക്കറ്റ് വീഴ്ത്തിയ ബോളറും ചഹൽ തന്നെയാണ്. അപ്പോൾ അവരുടെ ബോളിംഗ് ഫോമിലായി കഴിഞ്ഞു. പിന്നീടുള്ള ഒരു വീക്ക്ലിംഗ് എന്ന് പറയുന്നത് ബാറ്റിംഗിൽ മാക്സ്വൽ ആണ്. മാക്സ്വലിന് ഇതേവരെ ഫോം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ബോളിംഗിൽ ഡീസൻ്റ് ആണ്. കഴിഞ്ഞ മത്സരത്തിലും 2 ഓവറിൽ വെറും 5 റൺസ് വിട്ടുകൊടുത്ത് ഒരു വിക്കറ്റ് എടുത്തു. അപ്പോൾ മൊത്തത്തിലൊരു ബോളിംഗ് ഓൾറൗണ്ടർ എന്ന രീതിയിലാണ് മാക്സ്വൽ സത്യത്തിൽ കളിക്കുന്നത് നമുക്ക് തോന്നും. കാരണം ബാറ്റിംഗിൽ കാര്യമായിട്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു കോൺഫിഡൻസിന്റെ ഹൈയിൽ നിൽക്കുന്ന പഞ്ചാബ് കിങ്സ് ടീമും, അതായത് നല്ല പ്രകടനമാണെങ്കിലും ചിന്നസ്വാമിയിൽ ആ ഒരു പ്രകടനം ആവർത്തിക്കാൻ കഴിയാത്ത RCB ടീമും തമ്മിലാണ് മത്സരിക്കുന്നത്. ഇങ്ങനെ ഹോം ആൻഡ് അവേ ഫോർമാറ്റിൽ നടക്കുന്ന ഒരു ലോങ് ടൂർണമെന്റിൽ ഹോം വിജയങ്ങൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ 4 മത്സരങ്ങൾ ഓൾറെഡി പുറത്ത് ജയിച്ചു. അതായത് വേ മത്സരങ്ങളിൽ ഒരെണ്ണം പോലും തോൽക്കാത്തത് കൊണ്ടാണ് RCB ഇപ്പോൾ ഒരു സേഫായ സിറ്റുവേഷനിൽ ഇരിക്കുന്നത്. ഇപ്പോൾ അതല്ലായിരുന്നു സ്ഥിതിയെങ്കിൽ RCBയുടെ കാര്യം കഷ്ടമായേനെ. പക്ഷേ ഈ ഒരു ഫോം ഉള്ളത് കൊണ്ട് തന്നെ വലിയ പ്രശ്നമില്ലാതെ പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. എന്നാലും ലോങ് റണ്ണിൽ ഒരു പോയിന്റ് ടേബിളിൽ ഒരു ടോപ്പ് 2 പ്ലേസിൽ വരണമെങ്കിൽ
അവർക്ക് തീർച്ചയായിട്ടും ഹോമിൽ ഒരു പകുതി മത്സരങ്ങളെങ്കിലും വിജയിക്കണം. ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ പ്ലേ ഓഫിലേക്ക് ക്വാളിഫൈ ചെയ്താലും ഒരുപക്ഷെ ചിലപ്പോൾ 4ാം സ്ഥാനത്തോ വല്ലതും ആയിപ്പോൾ. ടോപ്പ് 2 അറിയാലോ, ഒരു എക്സ്ട്രാ ചാൻസ് കൂടെ കിട്ടും. അതുകൊണ്ട് തന്നെ എവേ മത്സരങ്ങളിലുള്ള ആ ഒരു ഫോം തന്നെ ഇവിടെ റെപ്ലിക്കേറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇനി നമ്മുടെ RCBയുടെ ഫോമിലേക്ക് വന്നാൽ എനിക്ക് ആകപ്പാട് അവിടെ ഒരു ചെറിയ ഇതുള്ളത് ലിവിങ്സ്റ്റന്റെ ഫോം മാത്രമാണ്. ബാറ്റിങ്ങിൽ കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ മത്സരത്തിൽ ബാറ്റ് ചെയ്യേണ്ട അവസരം പോലും വന്നില്ല. പിന്നെ ചിന്നസ്വാമിയിൽ ഒരു 50 ഉണ്ടെങ്കിലും അത് ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരു 50 ആണ്. അപ്പോൾ അല്ലാതെ ലിവിങ്സ്റ്റന്റെ ബാറ്റിൽ നിന്ന് കാര്യമായിട്ടൊന്നും വന്നിട്ടില്ല. വേണമെങ്കിൽ അവർക്ക് ജേക്കബ് ബദലിനെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പക്ഷേ അതുണ്ടാവാൻ തീരെ സാധ്യതയില്ല. കഴിഞ്ഞ മത്സരത്തിൽ എന്തായാലും ലിവിങ്സ്റ്റൺ ബാറ്റ് ചെയ്യേണ്ട അവസരം പോലും വന്നില്ല. അതുകൊണ്ട് ഇന്നും അതുണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ ആ ഒരു വീക്ക് ലിങ്ക് മാത്രമാണ് എനിക്ക് RCBയുടെ സൈഡിൽ തോന്നുന്നത്. നമ്മുടെ പഞ്ചാബിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്റിങ്ങിൽ മാക്സ്വെലിൻ്റെ ഫോം ഒരു വറിയിങ് ഫാക്ടറാണ്. ഇനി പിച്ച് കണ്ടീഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാനിപ്പോൾ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ കഴിഞ്ഞ 2 മത്സരങ്ങളിൽ ചിന്നസ്വാമിയിൽ സംഭവിച്ച കാര്യം പറഞ്ഞു. എന്തായാലും ടോസ് നേടുന്ന ക്യാപ്റ്റൻ ചേസിംഗ് തന്നെയായിരിക്കും തിരഞ്ഞെടുക്കുക. ഈ 2 മത്സരങ്ങളിലും ചേസിംഗ് ടീം തന്നെയാണ് ജയിച്ചത്. ഇനി പിച്ചിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയാത്ത പിച്ചാണ്. RCBയുടെ ബാറ്റിംഗ് കോച്ചും മെൻഡറും ഒക്കെ DKക്ക് പോലും ആ പിച്ച് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മത്സരങ്ങളിൽ അവർ പ്രതീക്ഷിച്ചതിന് വിപരീതമായിട്ടാണ് ചിന്നസ്വാമി പിച്ച് പെരുമാറിയത്. അപ്പോൾ 2 മത്സരങ്ങളിൽ 170 പോലും കടക്കാൻ RCBയുടെ ഒരു സ്റ്റാർ സ്റ്റഡഡ് ബാറ്റിംഗ് ലൈനപ്പിന് കഴിഞ്ഞില്ല. ഒരു ട്രൂ സ്ട്രോക്ക് മേക്കിംഗ് പിച്ചാണ് തങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്ന് DK പറഞ്ഞിട്ടുണ്ട്. എങ്കിലും അങ്ങനെ ഒരു പിച്ച് തന്നെ ആയിരിക്കുമോ, അതോ ഇനി കഴിഞ്ഞ മത്സരങ്ങളിൽ വന്ന പോലെ കുറച്ചൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സ്ലൈറ്റ്ലി ടാക്കി ആയിട്ടുള്ള ഒരു പിച്ച് ആയിരിക്കുമോ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. ഇപ്പോൾ ഒരു ട്രൂ പിച്ച് ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു 200+ സ്കോർ പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ കഴിഞ്ഞ 2 മത്സരങ്ങളിലെ പോലെ തന്നെ വരാനും സാധ്യതയുണ്ട്. ഇനി പ്രഡിക്റ്റഡ് പ്ലേയിങ് 12 വരുമ്പോൾ RCBയുടെ സൈഡിൽ നിന്ന് ചേഞ്ചസ് ഒന്നും ഞാൻ കാണുന്നില്ല. എനിക്ക് ജേക്കബ് ബദലിനെ ടീമിൽ കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ ഒരു വിന്നിംഗ് കോമ്പിനേഷനിൽ നിന്ന് അവർ ചേഞ്ചസ് വരുത്താൻ സാധ്യതയില്ല. ഇനി പഞ്ചാബ് കിങ്സിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ മത്സരത്തിൽ സ്റ്റോയിനിസിന് വരെ ഇംഗ്ലീഷാണ് കളിച്ചത്. അപ്പോൾ ഇംഗ്ലീഷിന് സ്പിന്നേഴ്സിനെ നന്നായിട്ട് നേരിടാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് ഇംഗ്ലീഷ് കഴിഞ്ഞ മത്സരത്തിൽ കളിച്ചത് എന്നാണ് റിക്കി പോണ്ടിങ് പറഞ്ഞത്. ഇനി ഇംഗ്ലീഷ് ഈ മത്സരത്തിൽ കളിക്കുകയാണെങ്കിൽ ഒരു മാക്സ്വെല്ലോ സ്റ്റോയിനിസോ ഒരു ടോസപ്പ് ആയിരിക്കും ഉണ്ടാവുക. ഒന്നുകിൽ മാക്സ്വെൽ അല്ലെങ്കിൽ സ്റ്റോയിനിസ് കളിക്കും. ഇനിയിപ്പോൾ ഇംഗ്ലീഷ് കളിക്കുന്നില്ല എങ്കിൽ സ്റ്റോയിനിസ് ടീമിലേക്ക് തിരിച്ചു വരും. അല്ലാതെ പഞ്ചാബ് ടീമിൽ കാര്യമായിട്ടുള്ള ചേഞ്ചസിനൊന്നും സാധ്യത കാണുന്നില്ല. ഇനി പ്ലേയേഴ്സ് ടു വാച്ച് ഔട്ട് ഫോർ. RCB നിരയിൽ നിന്ന് വിരാട് കോഹ്ലി, ജിതേഷ് ശർമ്മ. ഇവിടെ വിരാട് കോഹ്ലിയുടെ പേര് പറയാൻ കാരണം എവേ മത്സരങ്ങളിൽ മികച്ച ഫോമിലാണ് വിരാട് കോഹ്ലി കളിക്കുന്നത്. 50കൾ അനായാസം കണ്ടെത്തുന്നു. എന്നാൽ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ഈ സീസണിലെ 2 മത്സരങ്ങളിലും ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ വിരാട് കോഹ്ലിക്ക് കഴിഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും വിരാട് കോഹ്ലി ഒരു ബിഗ് ഇന്നിങ്സിന് ഐ ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ടാണ് വിരാട് കോഹ്ലി ഇവിടെ ഞാൻ ഉൾപ്പെടുത്തിയത്. പിന്നീട് ജിതേഷ് ശർമ്മ തന്റെ പഴയ ടീമിനെതിരെയാണ് കളിക്കുന്നത്. അപ്പോൾ ജിതേഷ് എങ്ങനെ പെർഫോം ചെയ്യുമെന്ന് ഞാൻ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ പഞ്ചാബ് സൈഡിൽ നിന്ന് യുസവേന്ദ്ര ചഹൽ, ഗ്ലെൻ മാക്സ്വെൽ. ചഹൽ അറിയാലോ, 8 സീസണുകളിൽ RCBക്ക് വേണ്ടി കളിച്ച താരമാണ്. പിന്നെ RRന് വേണ്ടി കളിച്ചു. ഇപ്പോൾ പഞ്ചാബിന് വേണ്ടി കളിക്കുന്നു. ചഹലിന് നന്നായിട്ട് അറിയാവുന്ന ഗ്രൗണ്ടും കണ്ടീഷൻസുമാണ്. അപ്പോൾ ഒരു മോശം ഫോം, ഒരു ബാഡ് പാച്ചിൽ നിന്ന് കഴിഞ്ഞ മത്സരത്തിൽ മികച്ച ഫോമിലാണ് പന്തെറിഞ്ഞത്. അപ്പോൾ ഇന്ന് എങ്ങനെ ചഹൽ പെർഫോം ചെയ്യുമെന്നത് ഞാൻ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ്. പിന്നീട് ഗ്ലെൻ മാക്സ്വെൽ RCB താരമായിരുന്നു. കഴിഞ്ഞ സീസണിൽ RCBക്ക് വേണ്ടി നല്ലൊരു പെർഫോമൻസ് നടത്താൻ കഴിഞ്ഞില്ല. ഈ സീസണിൽ പഞ്ചാബിന് വേണ്ടി ബാറ്റ് കൊണ്ട് നല്ലൊരു പെർഫോമൻസ് മാക്സ്വെലിന്റെ സൈഡിൽ നിന്ന് വന്നിട്ടില്ല. അപ്പോൾ മാക്സ്വെൽ ഈ ഒരു ലീൻ പാച്ചിൽ നിന്ന് പുറത്തു വരുമോ എന്നതും ഒരു ചോദ്യമാണ്. അതും നമുക്ക് കാത്തിരുന്ന് കാണാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇന്നത്തെ മത്സരത്തിൽ ആരായിരിക്കും വിജയിക്കുക? ചിന്നസ്വാമിയിൽ ഈ സീസണിലെ ആദ്യത്തെ വിജയം നേടാൻ RCBക്ക് കഴിയുമോ, അതോ പഞ്ചാബ് കിങ്സ് വിജയം സ്വന്തമാക്കുമോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.